പ്രിയപ്പെട്ട കൂട്ടുകാരെ, എല്ലാവർക്കും ഒരിക്കൽ കൂടി VTS ക്ലാസ് റൂം യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. ഇന്നത്തെ നമ്മുടെ ചർച്ചാ വിഷയം നമ്മുടെ 9ാം ക്ലാസ്സിലെ ഹിസ്റ്ററി പാഠപുസ്തകത്തിലെ 1ാമത്തെ അധ്യായമാണ്. ആദ്യം നാം അധ്യായം ഒന്ന് പരിചയപ്പെട്ടതിന് ശേഷം ഈ ഭാഗത്തു നിന്ന് വരാൻ സാധ്യതയുള്ള പ്രധാന ക്വസ്റ്റ്യൻസുകളും വൺ വേർഡ് ക്വസ്റ്റ്യൻസുകളൊക്കെ നമുക്ക് ചർച്ച ചെയ്യാം. അപ്പോൾ ഈ ആദ്യ ഭാഗത്തിൽ നാം എന്താണ് നമ്മുടെ ചാപ്റ്ററിൽ വിഷയവുമായി ബന്ധപ്പെട്ട് പറയുന്നത് എന്ന് നമുക്ക് നോക്കാം. മധ്യകാല ലോകം അധികാര കേന്ദ്രങ്ങൾ എന്നാണ് ഈ അധ്യായത്തിൻ്റെ നാമം. അപ്പം അതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാം ഇത് ഭരണ കേന്ദ്രങ്ങളെക്കുറിച്ച് പ്രതിപാദിക്കുന്ന ചാപ്റ്ററാണ് എന്ന്. പ്രത്യേകിച്ച് മധ്യകാല ലോകത്തെ നമുക്കറിയാം, ലോക ചരിത്രത്തെ നമ്മൾ 3 പ്രധാന കാലഘട്ടങ്ങളായിട്ട് തരംതിരിക്കാറുണ്ട്. ഒന്ന് പുരാതന കാലഘട്ടം, മധ്യകാലഘട്ടം, അതുപോലെ ആധുനിക കാലഘട്ടം. ഇവിടെ നാം മധ്യകാലഘട്ടത്തിലെ വളരെ പ്രധാനപ്പെട്ട സാമ്രാജ്യങ്ങളെക്കുറിച്ചാണ് പ്രതിപാദിക്കുന്നത്. അതിലേറ്റവും പ്രധാനപ്പെട്ട സാമ്രാജ്യമാണ് റോമാ സാമ്രാജ്യം. റോമാ സാമ്രാജ്യത്തെ 2ആയിട്ട് വിഭജിക്കുന്നുണ്ട്. ആരുടെ കാലത്തിലാണത് റോമാ സാമ്രാജ്യത്തെ 2ആയിട്ട് വിഭജിക്കുന്നത്? CE 4ാം നൂറ്റാണ്ടിൽ ഡയോക്ലിഷ്യൻ എന്ന റോമൻ ചക്രവർത്തിയാണ് റോമാ സാമ്രാജ്യത്തെ 2ആയി വിഭജിക്കുന്നത്. അപ്പോൾ ഡയോക്ലീഷ്യന്റെ ഭരണകാലത്താണ് റോമാ സാമ്രാജ്യത്തെ 2ആയി വിഭജിക്കുന്നത്. ഏതൊക്കെയാണ് റോമാ സാമ്രാജ്യം? 2 റോമാ സാമ്രാജ്യം. ഒന്ന്, റോം കേന്ദ്രമായി ഭരണം നടത്തിയിരുന്ന പാശ്ചാത്യ റോമാ സാമ്രാജ്യം. അതുപോലെ കോൺസ്റ്റാന്റിനോപ്പിൾ, പിൽക്കാലത്ത് തുർക്കി, ഇന്നത്തെ നമ്മുടെ തുർക്കിയൊക്കെ നിലനിൽക്കുന്ന ആ ഭാഗം, കോൺസ്റ്റാന്റിനോപ്പിൾ കേന്ദ്രമായി ഭരണം നടത്തിയിരുന്ന പൗരസ്ത്യ റോമാ സാമ്രാജ്യം. ഇതാണ് 2 റോമാ സാമ്രാജ്യങ്ങൾ, പാശ്ചാത്യ റോമാ സാമ്രാജ്യവും പൗരസ്ത്യ റോമാ സാമ്രാജ്യവും. പാശ്ചാത്യ റോമിന്റെ തലസ്ഥാന നഗരം ഏതായിരുന്നു? റോം. ഇന്ന് നമ്മുടെ ഇറ്റലിയുടെ ആ ഭാഗങ്ങൾ. രണ്ടാമത്തെ പൗരസ്ത്യ റോമാ സാമ്രാജ്യത്തിന്റെ തലസ്ഥാനം ഏതായിരുന്നു? അത് കോൺസ്റ്റാന്റിനോപ്പിൾ എന്ന് പറയുന്ന പ്രദേശം. ഇന്ന് അതെവിടെയാണെന്ന് ചോദിച്ചാൽ നമ്മുടെ തുർക്കിയുടെ ഇസ്താംബൂൾ എന്ന് പറയുന്ന ഭാഗമായിട്ട് വരും കോൺസ്റ്റാന്റിനോപ്പിൾ. നമുക്ക് നോക്കാം ആരാണ് പൗരസ്ത്യ റോമാ സാമ്രാജ്യത്തിലെ ഏറ്റവും പ്രശസ്തനായ ഭരണാധികാരി. ഒരുപാട് ഭരണാധിപന്മാർ ഒരു സാമ്രാജ്യത്തിൽ ഉണ്ടാവുമല്ലോ. ഇവിടെ നാം പഠിക്കുന്നത് പൗരസ്ത്യ റോമാ സാമ്രാജ്യത്തിലെ വളരെ പ്രശസ്തനായ ജസ്റ്റീനിയൻ എന്ന് പറയുന്ന ചക്രവർത്തിയെക്കുറിച്ചാണ്. അദ്ദേഹത്തെക്കുറിച്ച് നമ്മുടെ പുസ്തകത്തിൽ വിൽ ഡൂറന്റ് എന്ന് പറയുന്ന എഴുത്തുകാരൻ്റെ സ്റ്റോറി ഓഫ് സിവിലൈസേഷൻ എന്ന് പറയുന്ന പുസ്തകത്തിലെ ഒരു പരാമർശം കൊടുത്തിട്ടുണ്ട്. ചരിത്രം നീതിപൂർവം ജസ്റ്റീനിയന്റെ യുദ്ധങ്ങളെ മറക്കുകയും അദ്ദേഹത്തിന്റെ നിയമങ്ങളുടെ പേരിൽ സ്മരിക്കുകയും ചെയ്യും. എന്താ ഇങ്ങനെ പറയാൻ കാരണം? സാധാരണ നമുക്കറിയാം, രാജാക്കന്മാര് ഒരുപാട് യുദ്ധങ്ങളിലും പോരാട്ടങ്ങളിലൊക്കെ ഏർപ്പെടുന്ന ആളുകളാണ്. പക്ഷെ ഇവിടെ ജസ്റ്റീനിയൻ അതൊക്കെ ഉണ്ടായിരിക്കെ തന്നെ അതിൽ നിന്നും വ്യത്യസ്തമായ പ്രവർത്തനങ്ങൾ തൻ്റെ ഭരണകാലത്ത് നടത്തിയിരുന്ന ആളാണ്. അതിലേറ്റവും പ്രധാനപ്പെട്ടതാണ് ജസ്റ്റീനിയൻ രൂപീകരിച്ച, അദ്ദേഹത്തിൻ്റെ രാജ്യത്തിന് വേണ്ടി രൂപീകരിച്ച നിയമസംഹിത. ജസ്റ്റീനിയൻ റോമാ സാമ്രാജ്യത്തിലെ നിയമങ്ങളൊക്കെ ക്രോഡീകരിച്ചുകൊണ്ട് സാമ്രാജ്യത്തിനൊരു നിയമസംഹിത രൂപീകരിച്ചു. ഇതാണ് ജസ്റ്റീനിയന്റെ നിയമസംഹിത. ലോക പ്രശസ്തമായ ഒന്നായിരുന്നു. എന്തൊക്കെയാണ് അതിലുണ്ടായിരുന്നത്? അദ്ദേഹത്തിന്റെ നിയമസംഹിത അറിയപ്പെട്ടിരുന്നത് കോർപ്പസ് ജൂറിസ് സിവിൽസ് എന്ന പേരിലാണ്. ജസ്റ്റീനിയന്റെ നിയമസംഹിത അറിയപ്പെട്ടിരുന്നത് കോർപ്പസ് ജൂറിസ് സിവിൽസ് എന്ന പേരിലായിരുന്നു. യുക്തി, നീതി, ഔദാര്യം എന്നീ ആശയങ്ങൾ അടിസ്ഥാനമാക്കിയിട്ടാണ് ജസ്റ്റീനിയൻ ഈ നിയമസംഹിത രൂപീകരിച്ചത്. ഈ നിയമസംഹിതക്ക്, കോർപ്പസ് ജൂറിസ് സിവിൽസ് എന്ന പേരിൽ അറിയപ്പെട്ട നിയമസംഹിതക്ക് 3 ഭാഗങ്ങൾ ഉണ്ടായിരുന്നു.
അതിലൊന്ന് കോഡ് എന്ന പേരിലാണ് അറിയപ്പെട്ടിരുന്നത്. ആ കാലഘട്ടത്തിൽ റോമിൽ നിലനിന്നിരുന്ന നിയമങ്ങളെ പ്രതിപാദിക്കുന്ന ഒരു ഗ്രന്ഥമായിരുന്നു കോഡ്. പേര് മറക്കരുത്, എന്താണ് കോഡ്. രണ്ടാമത്തത് ഡൈജസ്റ്റ് എന്ന പേരിലും അറിയപ്പെട്ടു. ഈ രണ്ടാം ഭാഗത്തിൽ നിയമങ്ങളെക്കുറിച്ചുള്ള നിയമജ്ഞരുടെ അഭിപ്രായങ്ങളായിരുന്നു രേഖപ്പെടുത്തിയിരുന്നത്. ഇപ്പോൾ അവിടെയുള്ള നിയമങ്ങളെക്കുറിച്ചൊക്കെ പ്രഗത്ഭരുടെ അഭിപ്രായങ്ങൾ അതിലുണ്ടായിരുന്നു. മൂന്നാമത്തെ ഭാഗത്തിൻ്റെ പേര് ഇൻസ്റ്റിറ്റ്യൂട്ട്സ് എന്നാണ്. കോർപ്പസ് ജൂറിസ് സിവിൽസിൻ്റെ മൂന്നാം ഭാഗത്തിൻ്റെ പേര് ഇൻസ്റ്റിറ്റ്യൂട്ട്സ്. ഇതിലെന്താണ് അടങ്ങിയിട്ടുള്ളത്? നിയമം പഠിക്കാൻ തയ്യാറാക്കിയ ചെറിയ പാഠപുസ്തകം, അതായത് നിയമങ്ങളെക്കുറിച്ച് പഠനം നടത്തുന്നവർക്ക് സഹായകരമാകുന്ന ഒരു കൈപുസ്തകമായിരുന്നു ഇൻസ്റ്റിറ്റ്യൂട്ട്. അങ്ങനെ വ്യക്തമായ ഒരു നിയമസംഹിത തൻ്റെ സാമ്രാജ്യത്തിന് സംഭാവന നൽകിയ ഭരണാധികാരിയാണ് ആര്? ജസ്റ്റീനിയൻ. ഇദ്ദേഹത്തിൻ്റെ നിയമസംഹിത പിൽക്കാലത്ത് ഒരുപാട് ഭരണാധിപന്മാരെ ആകർഷിച്ചിട്ടുണ്ട്. അതിൽ പ്രഗത്ഭനാണ് നമ്മുടെ നെപ്പോളിയൻ ബോണപ്പാർട്ട്. നമ്മുടെ ഫ്രാൻസ് ഭരിച്ചിരുന്ന ഭരണാധിപൻ ആണ് നെപ്പോളിയൻ. അദ്ദേഹം ഫ്രാൻസിലൊരു ഭരണഘടനയൊക്കെ രൂപീകരിച്ചിരുന്നു, ഇതുപോലൊരു നിയമസംഹിതയൊക്കെ രൂപീകരിച്ചിരുന്നു. അത് അദ്ദേഹത്തിന് പ്രചോദനമായിട്ടുള്ളത് ഈ ജസ്റ്റീനിയൻ്റെ നിയമസംഹിതയിൽ നിന്നാണ്. ഇനി നമുക്ക് അടുത്ത സാമ്രാജ്യത്തെക്കുറിച്ച് നോക്കാം. നമ്മളിപ്പോൾ പറഞ്ഞത് പൗരസ്ത്യ റോമാ സാമ്രാജ്യത്തെയാണ് ഇതുവരെ പറഞ്ഞത്. ഇനി പാശ്ചാത്യ റോമാ സാമ്രാജ്യം. ഈ പാശ്ചാത്യ റോമാ സാമ്രാജ്യം റോം കേന്ദ്രമാക്കിയാണ് ഭരണം നടത്തിയിരുന്നത്. ഒരുപാട് ഏറ്റുമുട്ടലുകൾ നടന്ന ഒരു മേഖലയായിരുന്നു പാശ്ചാത്യ റോമൻ സാമ്രാജ്യം. പശ്ചിമ റോമാ സാമ്രാജ്യം ജർമ്മൻകാരായ ഗോത്രവർഗക്കാരുടെ നിരന്തര ആക്രമണത്താൽ തകർന്നു പോവുകയും റോമാ സാമ്രാജ്യത്തിന്റെ ഭാഗമായിരുന്ന പ്രദേശങ്ങൾ നാടോടികളായിരുന്ന ഈ ആക്രമണകാരികൾ കൈയടക്കുകയും ചെയ്തിട്ടുണ്ട് മധ്യകാലഘട്ടത്തിൽ. അവരിൽ ഒരു വിഭാഗമായിരുന്ന ഫ്രാങ്കുകൾ എന്ന ഒരു വിഭാഗം, ഒരു ഗോത്ര വിഭാഗം, അവരാണ് പിന്നീട് ഈ സാമ്രാജ്യത്തിനെ ഒന്ന് നല്ല രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോയത്. അതുകൊണ്ട് തന്നെ ഈ സാമ്രാജ്യം, പാശ്ചാത്യ റോമാ സാമ്രാജ്യം, ഫ്രാങ്കിഷ് സാമ്രാജ്യം എന്ന പേരിൽ അറിയപ്പെടാറുണ്ട്. ഇതിന് മറ്റൊരു പേര് കൂടെ ഉണ്ട്, വിശുദ്ധ റോമാ സാമ്രാജ്യം, ഹോളി റോമൻ എംപയർ. അതിൻ്റെ കാരണം ഞാൻ അടുത്ത മിനിറ്റുകളിൽ പറയാം. അപ്പോൾ ഫ്രാങ്കുകൾ ഭരിച്ചതുകൊണ്ട് ഈ പാശ്ചാത്യ റോമാ സാമ്രാജ്യത്തെ ഫ്രാങ്കിഷ് സാമ്രാജ്യം എന്നും വിശേഷിപ്പിക്കാറുണ്ട്. ഫ്രാങ്കിഷ് സാമ്രാജ്യത്തിലെ ഏറ്റവും പ്രഗത്ഭനായ ഭരണാധിപൻ ഷാലമിനായിരുന്നു. അദ്ദേഹം കരോലിഞ്ചിയൻ വംശജനാണ്. അപ്പോൾ കരോലിഞ്ചിയൻ വംശജനായിട്ടുള്ള ഷാലമിനായിരുന്നു ഫ്രാങ്കിഷ് സാമ്രാജ്യത്തിലെ ഏറ്റവും പ്രഗത്ഭനായ ഭരണാധിപൻ. ഈ ഷാലമിൻ്റെ കാലഘട്ടത്തിൽ നമുക്കറിയാം, കത്തോലിക്ക വിഭാഗം, ക്രിസ്ത്യൻ വിഭാഗത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വിഭാഗമാണ് കത്തോലിക്ക. ആ വിഭാഗത്തിനാണ് പോപ്പ് എന്ന് പറയുന്ന ആത്മീയ നേതാവുള്ളത്. അപ്പോൾ അന്നത്തെ പോപ്പ് ലിയോ മൂന്നാമനെ ചില നാടോടി വിഭാഗത്തിൽപ്പെട്ട ആളുകൾ, ഈ ലൊംബാർഡുകൾ എന്ന് പറയുന്ന നാടോടി വിഭാഗത്തിൽപ്പെട്ട ആളുകൾ ആക്രമിക്കുന്നു. ഈ ആക്രമണത്തിൽ നിന്നും പോപ്പ് ലിയോ മൂന്നാമനെ രക്ഷിച്ചത്, അദ്ദേഹത്തിൻ്റെ ജീവൻ രക്ഷിച്ചത് ഈ ഷാലമീനായിരുന്നു. ഇതിൻ്റെ ഒരു പ്രത്യുപകാരം എന്ന രീതിയിലാണ് ഷാലമീനെ വിശുദ്ധ റോമാ ചക്രവർത്തിയായി പോപ്പ് കിരീടധാരണം നടത്തുന്നത്. അന്നു മുതൽ ഈ സാമ്രാജ്യം വിശുദ്ധ റോമാ സാമ്രാജ്യം അഥവാ ഹോളി റോമൻ എംപയർ എന്ന പേരിലാണ് അറിയപ്പെടുന്നത്. വളരെ സമർത്ഥനായിരുന്ന, അതുപോലെ തന്നെ നല്ല യുദ്ധത്തിലൊക്കെ നല്ല കഴിവുറ്റ ഒരു ഭരണകർത്താവായിരുന്നു ഷാലമീൻ. യുദ്ധം മാത്രമല്ല, അദ്ദേഹത്തിന് ഒരുപാട് പ്രത്യേകതകൾ അദ്ദേഹത്തിൻ്റെ കാലഘട്ടത്തിൽ ഉണ്ടായിരുന്നു. അദ്ദേഹം രാഷ്ട്രീയ സഖ്യങ്ങളിലൂടെയും അതുപോലെ വിവാഹ ബന്ധങ്ങളിലൂടെയും തൻ്റെ സാമ്രാജ്യത്തിൻ്റെ വിസ്തൃതി വർദ്ധിപ്പിച്ചു. മാത്രമല്ല, സാമ്രാജ്യം വലുതാകുമ്പോൾ ഭരണം പലർക്കും വേണ്ട രീതിയിൽ നടത്താൻ കഴിയാറില്ല. ഇവിടെ അങ്ങനെയല്ല, അദ്ദേഹം കൃത്യമായ ഭരണ സംവിധാനം തന്നെ ഏർപ്പെടുത്തി. ഈ പ്രാദേശിക ഭരണം നടത്താൻ വേണ്ടി, തൻ്റെ സാമ്രാജ്യത്തിൻ്റെ വിവിധ പ്രദേശങ്ങളുടെ ഭരണം നടത്താൻ വേണ്ടി അദ്ദേഹം കൗണ്ടുകൾ എന്നറിയപ്പെടുന്ന ഉദ്യോഗസ്ഥന്മാരെ നിയമിച്ചിരുന്നു. എന്നിട്ട് കൗണ്ടുകളെ നിയമിച്ചിട്ട് അദ്ദേഹം വെറുതെ ഇരുന്നില്ല. ഈ കൗണ്ടുകളുടെ പ്രവർത്തനം പരിശോധിക്കാൻ വേണ്ടി മിസൈ ഡൊമിനിസി എന്ന ഒരു രഹസ്യ വിഭാഗത്തെ,
ഒരു CBI നമ്മളൊക്കെ എന്ന് പറഞ്ഞാൽ ഒരു CBI അല്ലെങ്കിൽ CID, ഒരു രഹസ്യ വിഭാഗത്തെ, ഒരു സ്പൈ വർക്കേഴ്സിനെ ഈ കൗണ്ടുകളുടെ പ്രവർത്തനമൊക്കെ പരിശോധിക്കാൻ വേണ്ടി അദ്ദേഹം നിയമിച്ചിരുന്നു. അവരറിയപ്പെട്ട പേരെന്താണ്? മിസൈ ഡൊമിനിസി. ഷാലമീന്റെ നേതൃത്വത്തിൽ വളരെ നല്ല രീതിയിലുള്ള വിദ്യാഭ്യാസ പ്രവർത്തനങ്ങളും ആ കാലഘട്ടത്തിൽ നടന്നിരുന്നു. ഒരുപാട് വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ അദ്ദേഹം തുടങ്ങി. മാത്രമല്ല അദ്ദേഹത്തിൻ്റെ വൈജ്ഞാനിക മേഖലയുടെ പുനരുദ്ധാരണത്തെ കരോലിഞ്ചിയൻ നവോത്ഥാനം എന്ന പേരിൽ തന്നെ അറിയപ്പെട്ടിരുന്നു. അപ്പോൾ ഷാലമീൻ നടത്തിയ വൈജ്ഞാനിക പുനരുദ്ധാരണ പ്രവർത്തനങ്ങളെയാണ് നമ്മൾ കരോലിഞ്ചിയൻ നവോത്ഥാനം എന്ന് അറിയപ്പെടുന്നത്. പിന്നീട് അദ്ദേഹത്തിൻ്റെ മരണത്തോടുകൂടി പതിയെ ആ സാമ്രാജ്യം ശിഥിലീകരിച്ചു പോവുകയാണ് ചെയ്യുന്നത്. മറ്റൊരു പ്രധാനപ്പെട്ട സാമ്രാജ്യമാണ് അറേബ്യൻ സാമ്രാജ്യം. അറബ് മേഖല നമുക്കറിയാം. ഇറാഖ്, ഇറാന്, സൗദി അറേബ്യ തുടങ്ങിയ ആ മേഖലകളിലെ രാജ്യങ്ങൾ ഉൾപ്പെടുന്നതാണ് അറേബ്യ എന്ന പേരിൽ നമ്മൾ അറിയപ്പെടുന്നത്. മധ്യകാല ലോകത്ത് ഒരുപാട് സവിശേഷതകളുള്ള ഒരു പ്രദേശമാണ് അറേബ്യ. ഇസ്ലാം എന്ന് പറയുന്ന മതത്തിൻ്റെ ഉത്ഭവം അവിടെയാണ്. പ്രവാചകൻ പ്രോഫറ്റ് മുഹമ്മദ് ഏകദേശം കോമൺ ഇറ 571 മക്കയിലെ ഖുറൈശി ഗോത്രത്തിലാണ് ജനിക്കുന്നത്. അന്ന് ഇസ്ലാമിൻ്റെ വിശുദ്ധ നഗരമെന്നാണ് മക്ക അറിയപ്പെടുന്നത്. അതിനുശേഷം ഇസ്ലാമിൻ്റെ വിശുദ്ധ നഗരമെന്നാണ് മക്ക അറിയപ്പെടുന്നത്. ഈ പ്രവാചകൻ മക്കയും മദീനയും കേന്ദ്രമാക്കിയിട്ട് തൻ്റെ ആശയങ്ങൾ, മതത്തിൻ്റെ പ്രചരണങ്ങൾ മാത്രമായിരുന്നില്ല നടത്തിയിരുന്നത്. ഒരു ഭരണം കൂടി, ഒരു ഭരണാധിപൻ കൂടിയായിരുന്നു ആര്? പ്രവാചകൻ മുഹമ്മദ്. പ്രവാചകൻ മുഹമ്മദിൻ്റെ മരണശേഷം, നിര്യാണത്തിനു ശേഷം 4 ഖലീഫമാരാണ് പിന്നീട് ഈ അറേബ്യൻ മേഖലകൾ ഭരിച്ചത്. അത് നമുക്കൊക്കെ അറിയാവുന്ന കാര്യമാണ്. ആദ്യ ഖലീഫ അബൂബക്കർ, പിന്നീട് ഉമർ, പിന്നീട് ഉസ്മാൻ, അതിനുശേഷം 4ാമത്തെ ഖലീഫ അലി. ഇങ്ങനെ 4 പേരാണ് ഭരണം നടത്തിയിരുന്നത്. ഇവരുടെ ഭരണകാലഘട്ടത്തിന് ശേഷമാണ് പിന്നീട് ചില വംശങ്ങൾ, ഉമവിയ, അതുപോലെ അബ്ബാസിയ തുടങ്ങിയ വംശങ്ങൾ ഭരണം നടത്തുന്നതും ഈ അറേബ്യക്ക് പുറത്തോട്ടൊക്കെ ഈ അറബ് മേഖലയിലെ ഭരണ സംവിധാനങ്ങൾ പുറത്തോട്ടൊക്കെ നീണ്ടുപോവുകയും ചെയ്യുന്നത്. ഉമവിയ വംശത്തിൻ്റെ കാലഘട്ടത്തിലാണ് അറേബ്യയിൽ ഒരു കേന്ദ്രീകൃത ഭരണം ആരംഭിക്കുന്നത്. സ്വർണ്ണ നാണയമായ ദിനാറും വെള്ളി നാണയമായ ദിർഹമും അറേബ്യയിൽ പുറത്തിറക്കിയത് ഈ ഉമവിയ ഭരണകാലത്താണ്. അവരുടെ കേന്ദ്രം എന്ന് പറയുന്നത് ഡമസ്കസ് ആയിരുന്നു, ക്യാപിറ്റൽ സിറ്റി. ഡമസ്കസ് കേന്ദ്രമാക്കിയിട്ടാണ് അവർ ഭരണം നടത്തിയത്. അതിനുശേഷം അബ്ബാസിയ വംശമാണ് ഭരണം നടത്തിയത്. അവരുടെ കാലഘട്ടത്തിൽ ബഗ്ദാദിലേക്ക്, നമുക്കറിയാം ഇറാഖിലെ ബഗ്ദാദിലേക്ക് ഈ അറേബ്യൻ സാമ്രാജ്യത്തിൻ്റെ തലസ്ഥാനം മാറ്റുകയാണ് ചെയ്തത്. അബ്ബാസിയ ഭരണകാലഘട്ടത്തിലെ ഏറ്റവും പ്രഗത്ഭനായ ഭരണാധിപനായിരുന്നു ഹാറൂൺ അൽ റഷീദ്. ഹാറൂൺ അൽ റഷീദ് ആ കാലഘട്ടത്തിലെ പ്രസിദ്ധനായിരുന്നു. ഒരുപാട് പ്രജാക്ഷേമ പ്രവർത്തനങ്ങൾ നടത്തിയിരുന്ന ഭരണാധിപനായിരുന്നു. ഹാറൂൺ അൽ റഷീദ് തൻ്റെ നാട്ടിൽ ഭരണം നടത്തുന്ന സമയത്ത് ആ നാടിനെ കുറിച്ചൊരു ചൊല്ലി തന്നെ ഉണ്ടായിരുന്നു: ഏതൊരാൾക്കും നിർഭയമായി ജീവിക്കാം, സ്ത്രീകൾക്ക് പോലും നിർഭയമായി മറ്റുള്ളവരെ ഭയപ്പെടാതെ സന്ധ്യാസമയങ്ങളിൽ പോലും വേണമെങ്കിൽ പുറത്തിറങ്ങാം. കാരണം കൊള്ളക്കാർക്കും കള്ളന്മാർക്കൊക്കെ ഇദ്ദേഹത്തിൻ്റെ ഭരണകാലം അവർക്ക് പേടിപ്പെടുത്തുന്നതായിരുന്നു. അറേബ്യയിൽ ആദ്യമായി ആശുപത്രികൾ, ഹോസ്പിറ്റലുകൾ സ്ഥാപിച്ചത് ഇദ്ദേഹത്തിൻ്റെ കാലത്താണ്. അതുപോലെ തന്നെ ഇസ്ലാം മത വിശ്വാസമനുസരിച്ചുകൊണ്ട് നിയമവാഴ്ചയും കർശനമായി നടത്തിയിരുന്നു. സാമ്രാജ്യത്തിൻ്റെ ഏതു ഭാഗത്തും ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ജനങ്ങൾക്ക് നിർഭയമായി സഞ്ചരിക്കാമായിരുന്നു. ഒരുപാട് വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ അദ്ദേഹത്തിൻ്റെ കാലഘട്ടത്തിൽ തുടങ്ങിയിരുന്നു. ബഗ്ദാദ് ആ കാലഘട്ടത്തിലെ വിദ്യാഭ്യാസ നവോത്ഥാന പ്രസ്ഥാനങ്ങളുടെ ഒരു ക്യാപിറ്റൽ സിറ്റി കൂടിയായിരുന്നു. പിന്നീട് മംഗോളിയൻ ആക്രമണം നടക്കുന്ന സമയത്ത് ബഗ്ദാദ് നഗരത്തിൽ മാത്രം ഏകദേശം 36 പൊതു ഗ്രന്ഥശാലകൾ ഉണ്ടായിരുന്നു എന്ന് ചരിത്രം പറയുന്നുണ്ട്. അപ്പോൾ തന്നെ നമുക്ക് മനസ്സിലാക്കാം ബഗ്ദാദിൻ്റെ ആ കാലഘട്ടത്തിലെ പ്രത്യേകത. ഏതായാലും വളരെ പ്രഗത്ഭനായിരുന്ന ഭരണാധിപനായിരുന്നു. ഷാലമീൻ്റെ കൊട്ടാരവുമായിട്ട് വരെ ഹാറൂൺ അൽ റഷീദിന് ബന്ധമുണ്ടായിരുന്നു എന്ന് പരാമർശിക്കുന്ന ചരിത്രരേഖകളുണ്ട്. മറ്റൊരു സാമ്രാജ്യമാണ് ഓട്ടോമൻ സാമ്രാജ്യം. പൗരസ്ത്യ റോമ സാമ്രാജ്യത്തിൻ്റെ തകർച്ചയ്ക്ക് ശേഷം കോൺസ്റ്റാന്റിനോപ്പിൾ കേന്ദ്രമാക്കി ഭരണം
പിടിച്ചെടുത്ത വിഭാഗമാണ് ഓട്ടോമൻ വിഭാഗം. 1453 കോമൺ എറ 1453 തുർക്കി നേതാവായ മുഹമ്മദ് രണ്ടാമൻ കോൺസ്റ്റാന്റിനോപ്പിൾ പിടിച്ചെടുത്തുകൊണ്ട് ഓട്ടോമൻ സാമ്രാജ്യത്തിന് ഒരു വലിയ മേൽക്കോയ്മ നൽകുകയാണ്. ഇതോടെ പൗരസ്ത്യ റോമ സാമ്രാജ്യത്തിന്റെ ഭാഗമായിരുന്ന പല പ്രദേശങ്ങളും ഓട്ടോമൻ സാമ്രാജ്യത്തിന്റെ ഭാഗമായി മാറി. ഓട്ടോമൻ സാമ്രാജ്യത്തിലെ ഏറ്റവും പ്രഗത്ഭനായിരുന്ന ഭരണാധിപൻ ആരാണെന്ന് ചോദിച്ചാൽ നമുക്ക് പറയാൻ സാധിക്കും, അത് സുലൈമാൻ എന്ന് പറയുന്ന ഭരണാധിപനാണ്. നിയമദാതാവ് എന്ന പേരിൽ, അതിന് അൽ ഖാനൂനി എന്നാണ് വിശേഷണം. അൽ ഖാനൂനി എന്നായിരുന്നു അദ്ദേഹത്തിന്റെ വിളിപ്പേര്, നിയമദാതാവ് എന്നാണ് അതിന്റെ അർത്ഥം. ഈ പേരിലാണ് സുലൈമാൻ അറിയപ്പെട്ടിരുന്നത്. അദ്ദേഹം ഓട്ടോമൻ നിയമങ്ങൾ ക്രോഡീകരിക്കുകയും സാമ്രാജ്യത്തിൽ ഒരു കേന്ദ്രീകൃത ഭരണത്തിന് നേതൃത്വം നൽകുകയും ചെയ്തു. ഇക്കാലത്ത് യൂറോപ്പിലെ പല പ്രദേശങ്ങളുമായിട്ട് ഈ സാമ്രാജ്യത്തിന് ബന്ധമുണ്ടാവുകയും പല പ്രദേശങ്ങളുടെ കൺട്രോളിംഗ്, നിയന്ത്രണമൊക്കെ ഇവരുടെ കയ്യിലായിരുന്നു. ഒന്നാം ലോക മഹായുദ്ധത്തോടു കൂടിയാണ് ഈ സാമ്രാജ്യം എന്ത് ചെയ്യുന്നത്, തകർച്ചയെ നേരിടുന്നത്. ബ്രിട്ടീഷുകാർ ഈ സാമ്രാജ്യത്തെ ഒന്നാം ലോക മഹായുദ്ധത്തിന്റെ സമയത്ത് ഈ ഓട്ടോമൻ സുൽത്താനേറ്റ് ഭരണം അവസാനിപ്പിക്കുകയാണ് ചെയ്യുന്നത്. മറ്റൊരു പ്രഗത്ഭമായ ഭരണവിഭാഗമാണ് മംഗോളിയൻ സാമ്രാജ്യം. മധ്യേഷ്യയിൽ റഷ്യ, നമ്മളെ മാപ്പ് നോക്കിയാൽ ഇന്ത്യയുടെ മുകൾ ഭാഗത്ത് റഷ്യക്കും ചൈനക്കും ഇടയിലുള്ള ഒരു ചെറിയ പ്രദേശമാണ് ഏത്, മംഗോളിയ. മംഗോളിയ എന്നുള്ള പ്രദേശം കൂട്ടുകാർ കേട്ടിട്ടുണ്ടോ എന്നറിയില്ല, പക്ഷേ ചെങ്കിസ് ഖാൻ എന്ന് പറയുന്ന പേര് കൂട്ടുകാർ കേട്ടിട്ടുണ്ടാവും. മംഗോളിയൻ ഭരണ കാലഘട്ടത്തിലെ മംഗോളിയൻ സാമ്രാജ്യത്തിലെ വളരെ പ്രശസ്തനായിരുന്ന ഭരണാധിപനായിരുന്നു ചെങ്കിസ് ഖാൻ. ഒരു നാടോടി വിഭാഗത്തിൽപ്പെട്ട ഭരണകൂടം കൂടിയായിരുന്നു ഈ മംഗോളിയർ ഭരണകൂടം. നാടു ചുറ്റി നടന്ന് വിവിധ പ്രദേശങ്ങളിൽ എത്തിച്ചേർന്ന് അവിടുത്തെ ഗോത്രങ്ങളെയൊക്കെ ഒന്നിപ്പിച്ച് വലിയൊരു സാമ്രാജ്യമാക്കി മാറ്റിയത് ചെങ്കിസ് ഖാനാണ്. ചെങ്കിസ് ഖാന്റെ ഭരണകേന്ദ്രം സൈബീരിയ എന്ന് പറയുന്ന പ്രദേശത്ത് ഒനോൻ നദി എന്ന് പറയുന്ന നദിയുണ്ട്. ഈ ഒനോൻ നദിയുടെ തീരത്തുള്ള കാറക്കോറം എന്ന് പറയുന്ന പ്രദേശമാണ് ഏത്, ചെങ്കിസ് ഖാൻ ഭരണകേന്ദ്രമായി സ്ഥാപിച്ചിരുന്നത്. എവിടെയായിരുന്നു ചെങ്കിസ് ഖാന്റെ ഭരണകേന്ദ്രം? കാറക്കോറം. ശക്തമായ ഒരു കുതിരപ്പട തന്നെ ചെങ്കിസ് ഖാന്റെ സൈന്യത്തിനുണ്ടായിരുന്നു. അതായിരുന്നു ആ പടയുടെ ചെങ്കിസ് ഖാന്റെയൊക്കെ കരുത്ത് എന്ന് പറയുന്നത്. പല ഭരണാധിപന്മാരും ചെങ്കിസ് ഖാന്റെ സൈന്യത്തെ, ചെങ്കിസ് ഖാന്റെ വരവിനെ ഭയപ്പെട്ടിരുന്നു എന്നതായിരുന്നു സത്യം. കാരണം അവർ കീഴടക്കി ഭരണം നടത്താൻ വേണ്ടി ആയിരുന്നില്ല വന്നിരുന്നത്. അവർ കീഴടക്കിയിട്ട് അവിടെയുള്ള സമ്പത്ത് മുഴുവൻ കൊള്ളയടിച്ചിട്ട് ആ നഗരമൊക്കെ ചുട്ടരിച്ചിട്ടാണ് അവർ തിരിച്ചു പോകാറുണ്ടായിരുന്നത്. അത്രയ്ക്ക് കഴിവുറ്റ ഒരു കുതിരപ്പട ചെങ്കിസ് ഖാന്റെ കീഴിലുണ്ടായിരുന്നു. മാത്രമല്ല, നമുക്ക് ആ കാലഘട്ടത്തിൽ ചെറിയ ചെറിയ പീരങ്കികൾ സൈന്യത്തിന്റെ മുഖ്യ ആകർഷണമായിരുന്നു. ആ പീരങ്കികൾ വഹിച്ചു കൊണ്ടുപോകുന്ന കുതിരകൾ ഉണ്ടായിരുന്നു എന്നുള്ളതാണ്. കൃത്യമായ രഹസ്യങ്ങൾ ചോർത്തി കൊണ്ടുവരാൻ പറ്റുന്ന ഒരു ചാര സംഘടനയും ചെങ്കിസ് ഖാന്റെ ഭരണത്തിന് കീഴിലുണ്ടായിരുന്നു, ഒരു രഹസ്യാന്വേഷണ വിഭാഗം. അതുപോലെ ആ കാലഘട്ടത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഭരണ പരിഷ്കാരം എന്ന് പറയുന്നത് ചെങ്കിസ് ഖാൻ ആരംഭിച്ച കൊറിയർ എന്ന പേരിൽ അറിയപ്പെടുന്ന ഒരു തപാൽ സംവിധാനമായിരുന്നു. കുതിര ഉപയോഗിച്ച് സാമ്രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിലേക്ക് തപാൽ എത്തിക്കുവാൻ, കത്തിടപാടുകളും വിവരങ്ങളും മറ്റുള്ളവരൊക്കെ എത്തിക്കാൻ വേണ്ടി അദ്ദേഹം നടപ്പിലാക്കിയ ഈ സംവിധാനത്തെയാണ് കൊറിയർ എന്ന പേരിൽ അറിയപ്പെടുന്നത്. ചെങ്കിസ് ഖാൻ അദ്ദേഹത്തിന്റെ മരണത്തോടുകൂടി ഈ സാമ്രാജ്യം പിന്നീട് ശിഥിലമാവുകയാണ് ചെയ്യുന്നത്. അടുത്തത് മാലി സാമ്രാജ്യമാണ്. മറ്റൊരു പ്രശസ്തമായ സാമ്രാജ്യമാണ് മാലി സാമ്രാജ്യം. ഇത് ആഫ്രിക്കൻ ഭൂഖണ്ഡത്തിലായിരുന്നു. മധ്യകാല ആഫ്രിക്കയിലെ ഏറ്റവും പ്രശസ്തമായ സാമ്രാജ്യം ഏതാണെന്ന് ചോദിച്ചാൽ നമുക്ക് മാലി സാമ്രാജ്യം എന്ന് പറയാം. പടിഞ്ഞാറൻ ആഫ്രിക്കയിലെ മാലി എന്ന് പറയുന്ന പ്രദേശം കേന്ദ്രമാക്കിയിട്ടാണ് മാലി സാമ്രാജ്യത്തിന്റെ ഭരണം നടന്നിരുന്നത്. ഇതിലെ ഏറ്റവും പ്രഗത്ഭനായ ഭരണാധിപൻ ആരാണെന്ന് ചോദിച്ചാൽ കങ്കൺ മൂസയാണ്. പേരോർത്തു വെക്കുക, ആരാണ്? കങ്കൺ മൂസ. പാശ്ചാത്യ രേഖകളിൽ മൻസ മൗസ എന്ന പേരിലാണ് ഇദ്ദേഹം അറിയപ്പെടുന്നത്. കങ്കൺ മൂസ വളരെ പ്രശസ്തനായ ഭരണാധിപനായിരുന്നു. മാത്രമല്ല, മാലി സാമ്രാജ്യം എന്ന് പറയുന്നത് വലിയ സാമ്പത്തിക ശേഷിയുള്ള ഒരു സാമ്രാജ്യം കൂടിയായിരുന്നു. മധ്യകാല ആഫ്രിക്കയിലെ പ്രധാന സാംസ്കാരിക കേന്ദ്രമായിരുന്നു ഈ മാലി സാമ്രാജ്യത്തിന്റെ ക്യാപിറ്റൽ സിറ്റി എന്ന പേരിൽ അറിയപ്പെടുന്ന തിംബുക്ത് എന്ന് പറയുന്ന പ്രദേശം. മാലി സാമ്രാജ്യത്തിലെ തിംബുക്ത്.
കച്ചവടക്കാരും ധാരാളം വിദേശികളും അതുപോലെ തന്നെ വിദ്യാഭ്യാസ ശാലകളും പഠനം നടത്താൻ വേണ്ടിയിട്ടും അധ്യാപകരായിട്ടും മറ്റു ജോലിക്കൊക്കെ വേണ്ടിയിട്ട് ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നും ഒരുപാട് ആളുകൾ ഇവിടെ എത്തിയിരുന്നു. വെനീസ്, ഗ്രാനഡ, ജനോവ തുടങ്ങിയ പ്രദേശങ്ങളിൽ നിന്നൊക്കെ വ്യാപാരികൾ ഇവിടേക്ക് വന്നിരുന്നു. ഇവിടെ വളരെ പ്രധാനപ്പെട്ട ഒരു പള്ളി ഉണ്ടായിരുന്നു. തിംബുക്തിലെ പള്ളി ഗ്രേറ്റ് മോസ്ക് എന്നാണ് അത് അറിയപ്പെടുന്നത്. ഇത് വെറും ഒരു പള്ളി മാത്രമായിരുന്നില്ല, ഒരു വിദ്യാഭ്യാസ കേന്ദ്രം കൂടിയായിരുന്നു. ഇസ്ലാമിക പഠനത്തിൻ്റെ കേന്ദ്രം കൂടിയായിരുന്നു ഏത് ഈ ഗ്രേറ്റ് മോസ്ക്. ഒരിക്കൽ കങ്കൺ മൂസ മക്കയിലേക്ക് ഒരു തീർത്ഥയാത്ര നടത്തുന്നത് ലോക പ്രശസ്തമാണ് ആ യാത്ര. അദ്ദേഹം പോകുമ്പോൾ കിലോ കണക്കിന് സ്വർണ്ണക്കട്ടികളുമായിട്ടാണ് പോകുന്നത്. 1324 ഈ സംഭവം. ഒരുപാട് സ്വർണ്ണക്കട്ടികളുമായി പോവുകയും വഴിയോരങ്ങളിൽ കണ്ട പാവപ്പെട്ടവർക്കും അതുപോലെ പള്ളി നിർമ്മിക്കുന്നവർക്കും തീർത്ഥാടകർക്കൊക്കെ ധാരാളം സ്വർണം ഇദ്ദേഹം ദാനമായി കൊടുത്തു. ചരിത്രകാരന്മാർ പറയുന്നത് ഇതിങ്ങനെ ചെയ്തത് അദ്ദേഹം തൻ്റെ സാമ്രാജ്യത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രദേശമായ തിംബുക്തിലേക്ക് ആളുകളെ ക്ഷണിക്കാൻ, അധ്യാപകരെയും വിദ്യാർത്ഥികളെയും മറ്റുള്ളവരെയൊക്കെ ക്ഷണിക്കാൻ വേണ്ടിയായിരുന്നു എന്നും ചരിത്രരേഖകളിൽ കാണാം. ഏതായാലും വളരെ പ്രധാനപ്പെട്ട സാമ്രാജ്യമായിരുന്നു മാലി സാമ്രാജ്യം. ഈ കാലഘട്ടത്തിൽ ചൈനയുടെയും ജപ്പാന്റെയും ഭരണവും വളരെ പ്രധാനപ്പെട്ടതായിരുന്നു. മധ്യകാലഘട്ടത്തിലെ ആദ്യ സമയങ്ങളിൽ ടാങ് രാജവംശമാണ് ചൈന ഭരിച്ചിരുന്നത്. രാജ്യത്തിൻ്റെ പരമാധികാരം ചക്രവർത്തി എന്ന പേരിൽ അറിയപ്പെടുന്ന ഭരണാധിപനിൽ നിക്ഷിപ്തമായിരുന്നു. അദ്ദേഹം വിദ്യാഭ്യാസ യോഗ്യതയുടെയും അതുപോലെ തന്നെ കഴിവിൻ്റെയും മത്സര പരീക്ഷകളുടെയും അടിസ്ഥാനത്തിൽ ധാരാളം ഉദ്യോഗസ്ഥരെ തിരഞ്ഞെടുത്തു. എന്നിട്ട് ആ ഉദ്യോഗസ്ഥരാണ് രാജ്യത്തിൻ്റെ ഭരണവും കാര്യങ്ങളൊക്കെ നടത്തിയിരുന്നത്. ടാങ് രാജവംശത്തിനു ശേഷം സോങ്, മിങ്, മഞ്ജു രാജവംശങ്ങളും ചൈന ഭരിക്കുകയുണ്ടായി. ജപ്പാനിലാവട്ടെ കൃത്യമായ പദവി നിർവഹിച്ചിരുന്നത് ചക്രവർത്തിയായിരുന്നു. എന്നാൽ ചക്രവർത്തി എന്ന നാമത്തിനപ്പുറത്തേക്ക് അദ്ദേഹത്തിൻ്റെ അല്ലെങ്കിൽ നാട്ടിലെ രാജ്യത്തിൻ്റെ സാമ്രാജ്യത്തിൻ്റെ ഭരണകാര്യങ്ങളൊക്കെ നിയന്ത്രിച്ചിരുന്നത് ഒരു പ്രത്യേക വിഭാഗമായിരുന്നു. അത് ഷോഗണുകൾ എന്ന പേരിൽ അറിയപ്പെട്ടിരുന്നത്. ചൈനയെ അപേക്ഷിച്ച് ചൈനയിൽ ചക്രവർത്തിക്ക് കൃത്യമായ സ്ഥാനമുണ്ടായിരുന്നു. എന്നാൽ ജപ്പാനിൽ ചക്രവർത്തിയുടെ ഭരണത്തിൽ സ്വാധീനം ചെലുത്താൻ ഈ ഷോഗണുകൾ എന്നറിയപ്പെടുന്ന ഒരു ഫ്യൂഡൽ പ്രഭുക്കന്മാർ, ലാൻഡ് ലോർഡ്സ് പ്രഭുക്കന്മാർക്ക് കഴിയുമായിരുന്നു. അവരായിരുന്നു കാര്യങ്ങളൊക്കെ നിയന്ത്രിച്ചിരുന്നത്. ഭൂമിയുടെ നിയന്ത്രണമൊക്കെ അവരിലായിരുന്നു. ഇതേ സമയത്ത് അമേരിക്കയുടെ അവസ്ഥ എന്തായിരുന്നു? ഒരുപാട് സംസ്കാരങ്ങളുടെ കേന്ദ്രമാണല്ലോ അമേരിക്ക. മിസിസിപ്പിയൻ കൾച്ചർ, കരീബിയൻ സംസ്കാരം, മൊഗല്ലോൺ സംസ്കാരം, പടയൻ, മായൻ, ഇൻക, ആസ്റ്റെക്, ടോൾടെക് തുടങ്ങിയ സംസ്കാരങ്ങളൊക്കെ ഈ അമേരിക്കൻ ഭൂഖണ്ഡങ്ങളിലാണ് ഉയർന്നു വന്നത്. യൂറോപ്യർ 16-ാം നൂറ്റാണ്ടോടുകൂടി അമേരിക്കയിലെത്തുന്നു. അങ്ങനെയാണ് അമേരിക്ക അവർ കണ്ടെത്തുന്നതും അവിടുത്തെ തോട്ടങ്ങളിൽ കൃഷി ഇറക്കുന്നതും ആ പ്രദേശങ്ങളെ കോളനികളാക്കി മാറ്റുകയൊക്കെ ചെയ്യുന്നത് ഇവരുടെ കാലഘട്ടത്തിലായിരുന്നു. ഏതായാലും അമേരിക്കയുമായി ബന്ധപ്പെട്ട സ്വാതന്ത്ര്യ സമരങ്ങളൊക്കെ നമ്മൾ മറ്റൊരു ഭാഗത്തിൽ വിശദമായിട്ട് പഠിക്കും. ഇതിൻ്റെ അവസാന ഭാഗത്തിൽ ഫ്യൂഡലിസത്തിൻ്റെ പതനത്തെക്കുറിച്ചാണ് പറയുന്നത്. ഫ്യൂഡലിസം എന്ന് പറഞ്ഞാൽ എന്താ? മധ്യകാല യൂറോപ്പിൽ നിലനിന്നിരുന്ന ഭൂമി കേന്ദ്രീകൃതമായ സാമൂഹിക, രാഷ്ട്രീയ, സാമ്പത്തിക വ്യവസ്ഥിതിയാണ് ഫ്യൂഡലിസം എന്ന് വിശേഷിപ്പിക്കുന്നത്. കൂടി ശ്രദ്ധിക്കുക, മധ്യകാല യൂറോപ്പിൽ നിലനിന്നിരുന്ന ഭൂമി കേന്ദ്രീകൃതമായ സാമൂഹിക, രാഷ്ട്രീയ, സാമ്പത്തിക വ്യവസ്ഥിതിയെയാണ് നമ്മൾ ഫ്യൂഡലിസം എന്ന പേരിൽ അറിയപ്പെടുന്നത്. ഈ ഫ്യൂഡലിസത്തിന്റെ തകർച്ചയ്ക്ക് കാരണമായ ചില സംഭവങ്ങളോട് പറഞ്ഞ് നമുക്ക് ഇന്നത്തെ ക്ലാസ് അവസാനിപ്പിക്കാം. കാലാവസ്ഥാ വ്യതിയാനവും കാർഷികോൽപാദനത്തിന്റെ കുറവും ഫ്യൂഡലിസത്തിന്റെ തകർച്ചയ്ക്ക് കാരണമായി എന്ന് പറയുന്നു. അതുപോലെ ആ കാലഘട്ടത്തിലുണ്ടായ ക്ഷാമം, വരൾച്ച, പ്ലേഗ് പോലുള്ള പകർച്ചവ്യാധികൾ, കുരിശ് യുദ്ധങ്ങൾ, മുസ്ലിങ്ങളും ക്രിസ്ത്യാനികളും തമ്മിൽ നടന്നിട്ടുള്ള യുദ്ധങ്ങളാണ് കുരിശ് യുദ്ധങ്ങൾ എന്ന പേരിൽ അറിയപ്പെടുന്നത്. കുരിശ് യുദ്ധങ്ങൾ, രാജാക്കന്മാരുടെ വെടിമരുന്നിൻ്റെ കുത്തക, പിന്നെ അതുപോലെ കർഷക കലാപങ്ങൾ, ദേശരാഷ്ട്രങ്ങളുടെ ആവിർഭാവം തുടങ്ങിയവയൊക്കെ ഈ ഫ്യൂഡൽ വ്യവസ്ഥയുടെ തകർച്ചയ്ക്ക് കാരണമായി. ഇനി നമുക്ക്
വളരെ പ്രധാനപ്പെട്ട ക്വസ്റ്റ്യൻസ് ആണ് ഡിസ്കസ് ചെയ്യേണ്ടത്. അത് നമുക്ക് അടുത്ത ഭാഗത്തിൽ, ആദ്യം നമ്മൾ ചാപ്റ്റർ ഡിസ്കസ് ചെയ്യുന്നു, പിന്നീട് നമ്മൾ അതിലെ ക്വസ്റ്റ്യൻസും വൺ വേർഡുകളൊക്കെ ഡിസ്കസ് ചെയ്യുന്നു. അപ്പോൾ ആ ഭാഗത്തിന് വേണ്ടി നിങ്ങൾ വെയിറ്റ് ചെയ്യുക. നിങ്ങൾക്ക് ക്ലാസ് ഇഷ്ടപ്പെട്ടാൽ, മനസ്സിലായാൽ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുകയും വിവരം നിങ്ങൾ കമൻ്റായിട്ട് അറിയിക്കുകയും വേണം. എല്ലാ കൂട്ടുകാർക്കും നന്ദി, നമസ്കാരം.